നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ കരാറിന് അവസാനമുണ്ടാകാം എന്ന സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാണ്. കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 1/5 നടക്കുന്നത് ഈ സമുദ്രപാതയിലൂടെയാണ്. അത് അടഞ്ഞുകിടക്കുന്നതോടുകൂടി എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതുവരെയും പരിഹരിക്കപ്പെടാത്തത് കാരണം ഒട്ടനവധി രാജ്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ കപ്പലുകൾ അതുവഴി ഇറാൻ കടത്തിവിടുന്നില്ല, ചില രാജ്യങ്ങളുടെ ഒഴികെ. ചൈനീസ് കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ ഒരുക്കമാണ്, പക്ഷേ അമേരിക്ക ആ കപ്പലുകളെ തടയുന്നു. ഇന്ത്യൻ കപ്പലുകളെയും ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കടത്തിവിടുന്നുണ്ട്, മറ്റൊരു കപ്പലുകളെയും ഇറാൻ കടത്തിവിടുന്നില്ല. അഥവാ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പലുകൾ പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ ചുങ്കം ചുമത്തിയതിന് ശേഷമാണ് ഇറാൻ ഈ കപ്പലുകൾ കടത്തിവിടുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ കപ്പലുകളിൽ നിന്നും അത്തരം ചുങ്കങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം കപ്പപ്പിരിവ് നടത്തുന്നതായി ഒരു സൂചനയുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കപ്പം പിരിക്കാതെ ഈ ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് കടത്തിവിടുന്നത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ ഇറാൻ്റെ ഒരു കപ്പൽ, ഇറാൻ നാവികസേനയുടെ ഒരു കപ്പൽ അഭയം തേടിയിട്ടുള്ളതായി നമുക്ക് വിവരം ലഭിച്ചത്. അതിനു മുമ്പ് തന്നെ അതീവ രഹസ്യമായി ആ കപ്പൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ തീരത്ത് ഒരു കപ്പലിനെ ഇറാൻ നാവികസേനയുടെ കപ്പലിനെ അമേരിക്കൻ അന്തർവാഹിനികൾ ആക്രമിച്ച് തകർത്തതോടുകൂടിയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കപ്പലിന് അഭയം നൽകിയിരിക്കുന്ന വിവരം ലോകത്തിന് മുന്നിൽ പറയേണ്ടതായി വന്നിട്ടുള്ളത്. കാരണം ഈ 2 കപ്പലുകളും ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നടന്ന ഒരു സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇറാനിലേക്ക് പോയ കപ്പലുകളായിരുന്നു. ഈ കപ്പലുകളിൽ ഒന്നിനെയാണ് അമേരിക്കൻ അന്തർവാഹിനികൾ തകർത്ത് കളഞ്ഞത്. 100ഓളം ഇറാൻ നാവികസേന അംഗങ്ങൾക്ക് ജീവഹാനി ആ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ ഐറിസ് 11 എന്ന് പറയുന്ന കപ്പലിന് കൊച്ചിയിൽ സംരക്ഷണം നൽകി വരികയാണ്. കഴിഞ്ഞ 3 മാസമായി ഇറാൻ്റെ ആ നാവികസേനാ കപ്പൽ കൊച്ചിയിലുണ്ട്. ഇറാൻ നാവികസേനാ കപ്പൽ കൊച്ചിയിൽ അഭയം തേടിയിട്ട് ഇന്ന് 3 മാസം തികയുകയാണ്. കൊച്ചിയിലും ദക്ഷിണ നാവികസേനയുടെ പരിധിയിലുള്ള മറ്റു പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലുമെല്ലാം അസാധാരണമായ കാവലാണ് ഇപ്പോഴുള്ളത്. ദേശീയ സുരക്ഷാ ഏജൻസികൾ എപ്പോഴും റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കപ്പലിനെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇവരെല്ലാവരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ഒരു കപ്പൽ, ആ ഇറാൻ്റെ നാവികസേനാ കപ്പൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യൻ മണ്ണിൽ കിടക്കുമ്പോൾ ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായും അത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാകും. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണത്തിന് യാതൊരുവിധ ഇടയും കൊടുക്കാതെയാണ് കനത്ത സുരക്ഷാ വലയത്തിൽ ഈ കപ്പലിനെ സൂക്ഷിച്ചിട്ടുള്ളത്. അമേരിക്കൻ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ ഒന്നും തന്നെ ഈ കപ്പലിന് ലക്ഷ്യം വയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുരക്ഷയാണ് ഇന്ത്യ ഐറിസ് 11 വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇത്തരം അന്താരാഷ്ട്ര സുരക്ഷ, കനത്ത സുരക്ഷ തന്നെ ഈ കപ്പലിന് ഇന്ത്യ നൽകി വരുന്നുണ്ട്. കൊച്ചിയിൽ അഭയം തേടുമ്പോൾ ഈ കപ്പലിൽ 185 ആളുകളുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. ഇതിൽ 110 പേർ പിന്നീട് മടങ്ങിപ്പോയി. ശേഷിക്കുന്നവരാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ തുറമുഖ നിരക്ക്, അതിലുള്ള നാവികർക്കുള്ള ഭക്ഷണം, വെള്ളം എന്നിവയുടെ ചെലവ്, സുരക്ഷാ കവചം ഒരുക്കുന്നതിൻ്റെ അതിഭീമമായ ചെലവ്, അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇറാൻ ഓരോ ദിവസവും കൊച്ചിൻ തുറമുഖ ഏജൻസിക്ക് നൽകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ ചുങ്കം ചുമത്താത്തത്. അങ്ങനെ ചുങ്കം ചുമത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഇന്ത്യക്കും പറയാനുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ നിർബാധം ഹോർമൂസ് കടലിടുക്കിലൂടെ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് എണ്ണയുമായും അതുപോലെ തന്നെ LPG-യുമായിട്ടൊക്കെ വരുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് പോലും ഇറാൻ അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അപകടകാരികളായ മൈനുകൾ പാകിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന സമുദ്രപാത ഇറാൻ അടച്ചിരിക്കുന്നത്. ഒമാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഒരു വലിയ സുരക്ഷാ കവചം തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇറാനും. ഹോർമൂസ് കടലിടുക്ക് ഒരു കാരണവശാലും പൊതുജലഗതാഗത മാർഗമാക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാണ് അമേരിക്കൻ നിലപാട്. ഇറാൻ്റെ അനുമതിയോടുകൂടി തന്നെ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കപ്പലുകൾ കടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മേഖലയിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല. ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുന്നത് നിർത്തണമെന്നും
ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്നും ആണ് അമേരിക്കയുടെ ആവശ്യം. നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾക്കൊന്നും ഇതുവരെ ഇറാൻ വഴങ്ങിയിട്ടില്ല. സമാധാന ചർച്ചകൾ പലപ്പോഴായി അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയതായി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇത് അട്ടിമറിക്കപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകൾ വേണമെന്നും സമാധാന കരാറിൽ ഉടനടി ഒപ്പുവയ്ക്കണമെന്നും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു അഭിപ്രായമുള്ള ഇറാൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗമുണ്ട്. എന്നാൽ IRGCയുമായി ബന്ധപ്പെട്ട മറുവിഭാഗമാകട്ടെ ഒരു കാരണവശാലും സമാധാന കരാറുമായി സഹകരിക്കില്ല എന്ന നിലപാടിലാണ്. ഇവിടെ ഇറാൻ രണ്ട് തട്ടിലാണ്. ഈ രണ്ട് തട്ടിലായി എന്നുള്ളത് അമേരിക്കയുടെ ഒരു പരിധിവരെ വിജയമായി കണക്കാക്കാം.